ഹായ് ഓൾ, നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ക്ലാസിക്കൽ റൈറ്റേഴ്സാണ് വേൾഡ് ക്ലാസിക് എന്ന പേപ്പറിലെ. ഗോഥയും ഹെർമൻ ഹെർസുമാണ് രണ്ടുപേര്. ലെറ്റ്സ് സി. ഗോഥ. ജൊഹാൻ വൂൾഫ്ഗാങ് വോൺ ഗോഥ. He is regarded as the most excellent German literary figure of the modern era. അദ്ദേഹം ഒരു പോയറ്റാണ്, നോവലിസ്റ്റാണ്, ഡ്രമാറ്റിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്, ക്രിട്ടിക്കുമാണ്. ദി മെറ്റമോർഫോസിസ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഹിസ് ഫസ്റ്റ് മേജർ സയൻറ്റിഫിക് വർക്ക്. ദ മെറ്റമോർഫോസിസ് ഓഫ് പ്ലാന്റ്സ്. വേറെയും വർക്ക്സുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫൗസ്റ്റ് ഫസ്റ്റ്, ഫൗസ്റ്റ് സെക്കൻഡ്, സോറോ ഓഫ് യങ് റത്തറൊക്കെ മറ്റ് വർക്ക്സുകളാണ്. ഹിസ് ഫസ്റ്റ് പ്ലേ ദി പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ഇറ്റ് ഈസ് എ കോമഡി റിട്ടൺ when he was upset by the refusal of his lover. ലവറിൻ്റെ ആ ഒരു പിൻവാങ്ങൽ, അതിൻ്റെ ഒരു വിഷമത്തിൽ, ആ ഒരു അപ്സെറ്റ് ആയിരുന്ന സമയത്ത് എഴുതിയിരുന്ന ഒരു പ്ലേ ആണ് ദ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. നെക്സ്റ്റ് വൺ, ഹെർമൻ ഹെസ്. ഹി ഈസ് എ ജർമ്മൻ നോവലിസ്റ്റ്. 1946 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ് പീറ്റർ സെമൻസെറ്റ്. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക്സുകൾ എന്ന് പറഞ്ഞാൽ ഡിമൈൻ, സിദ്ധാർത്ഥ, ദി ഗ്ലാസ് ബഡ് ഗെയിം ഒക്കെ ബെസ്റ്റ് നോൺ വർക്ക്സുകളാണ്. ആൻഡ് ഹി ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദി ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ ടു മലയാളം. ബൈബിളിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇദ്ദേഹം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നോവലാണ് ബിനൈറ്റ് ദി വീൽ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കാണ് സിദ്ധാർത്ഥ. ആൻഡ് ഹി വോൺ in 1995 he won the Peace Prize of the German book trade. He died on 1962. അപ്പോൾ ജർമ്മൻ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഇവർ രണ്ടുപേരുമാണ്. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതിൻ്റെ മറ്റ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കണേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് വീഡിയോ, പ്ലീസ് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.